കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഒരു പരാജയത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് കാലിടറുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ മെനഞ്ഞെടുക്കുകയും അതിന്റെയൊക്കെ ഒരു വെളിച്ചത്തില് ഇന്ത്യയിലൊരു ഭരണമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും പറയുന്ന കണ്ടീഷനിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ. അതില് എന്നെ അത്ഭുതപ്പെടുത്തിയത് റിപ്പോർട്ടർ ചാനലിലെ ശ്രീമാൻ ഉണ്ണി ബാലകൃഷ്ണനാണ്. അദ്ദേഹം ഏതാണ്ട് വിധി എഴുതി കഴിഞ്ഞു, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരത്തില് എന്താ പറയുക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വളരെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടും മോഡിയുടെ ഡയലോഗുകൾ വെച്ചിട്ടും മോഡിയുടെ പ്രസംഗങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് എന്താ പറയുക വിധി കൽപ്പിക്കുകയാണ്. അപ്പോ ഏറ്റവും വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടാണ് അയാളുടെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇത്രയും മലയാളികളെ വിഡ്ഢിയാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല, കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മളുടെ ഇടയിൽ, അതായത് ഈ സംഘ അനുകൂലികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഒരു വലിയ സംശയം ജനിച്ചിട്ടുണ്ട്. മോഡിക്ക് വീണ്ടും അധികാരം കിട്ടുമോ, അതോ മോഡി അവിടെ അധികാരത്തിൽ തുടരാനുള്ള സാധ്യത ഇല്ലാതായിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷനെങ്കിലും ഇവരുടെ ഈ വലിയ പ്രൊപ്പഗാൻഡ ബിൽഡിങ്ങിന് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി നൽകുക, വിശദമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് എന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ്. ഞാൻ ട്വിറ്ററിലും അതുപോലെ തന്നെ നാഷണൽ മീഡിയകളിലും ഒക്കെ വായിച്ചിട്ടുള്ള അറിവിന്റെ ബേസിസിൽ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് ഗ്രൗണ്ടിൽ ഇതിന്റെ റിസർച്ച് ചെയ്യാനുള്ള ആളുകളൊന്നുമില്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കട്ടെ. അപ്പോ നമ്മളുടെ മലയാളം മീഡിയകളിൽ പ്രധാനമായിട്ടും മോഡിയുടെ തോൽവിയെ പ്രഡിക്റ്റ് ചെയ്യുന്നത് 3 സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, 3-4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്നാമത്തത് ആദ്യത്തെ 2-3 ഘട്ടങ്ങളിലായിട്ട് നടന്ന വോട്ടർ ടേൺ ഔട്ട്, വോട്ടെടുപ്പിൽ നടന്ന കഴിഞ്ഞ വർഷവുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ടർ ടേൺ ഔട്ടിലെ കുറവാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് ഇവര് എടുത്തു കാണിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും 5-8% കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് മോഡിക്കെതിരെയുള്ള ഒരു എന്താ പറയുക ആരോപണമായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വൈകാരികതയൊക്കെ ആയിട്ട് തുറന്നു കാണിക്കുകയും അതുവഴി തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ മോഡിയുടെ ശരീരഭാഷ, മോഡി കൂടുതലായിട്ട് വർഗീയ കാടുകളിലേക്ക് കയറുന്നു, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, നുണപ്രചരണം നടത്തുന്നു. അപ്പൊ അത് തോൽവിയുടെ ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഓഹരി വിപണി, ഇന്ത്യയിലെ ഓഹരി വിപണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏതാണ്ട് 22,000, ഞാൻ നിഫ്റ്റിയുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 22,780 നിന്ന് ഏതാണ്ട് ഇന്ന് 22,050 എന്നുള്ള നിലക്കിലേക്ക് ഒരു 700 പോയിന്റിന്റെ ഡിപ്പ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മാർക്കറ്റില് ആണ് ആദ്യം ഇത് റിഫ്ലക്ട് ചെയ്യുക. അപ്പോ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ തുടരാൻ സാധ്യതയില്ല, അതിന്റെ ഫലമായിട്ടാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നത് എന്നുള്ള വാദവും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ, UP ഈ 4 സംസ്ഥാനങ്ങളിലും BJPക്ക് അടിപതറുകയും അതുവഴി ഭരണം പോവുകയും ചെയ്യുമെന്നും പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് BJPയുടെ തോൽവി നമ്മളുടെ, അതായത് ഇത് പ്രസന്റ് ചെയ്യുന്ന ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാപ്രകളുടെ മനസ്സിലിരിപ്പ് വെച്ചുകൊണ്ട് ഈ പോയിന്റുകളിൽ കടിച്ചു തൂങ്ങിയിട്ടാണ് അവര് മോദിയുടെ പതനം അല്ലെങ്കിൽ തോൽവി പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 പോയിന്റും അതുപോലെ തന്നെ ഈ 3 ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള വോട്ടിങ്ങിന്റെ ഒരു പാറ്റേണും വെച്ചിട്ട് നമുക്ക് എന്താണ് അനലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വോട്ടർ ടേൺ ഔട്ടാണ്. വോട്ടർ ടേൺ ഔട്ട് 2019 സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലും വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും അത് സാരമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു സൂചകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഒരിക്കലും
നമുക്ക് ഒരു സൂചകമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒന്നാമത് വോട്ടർ ടേൺ ഔട്ട് കുറയുക എന്ന് പറയുന്നത് ആന്റി ഇൻകംബൻസി ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതുപോലെ ഒരു കൺസോളിഡേറ്റഡ് വോട്ടിംഗ് പാറ്റേൺ ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് വോട്ടർ ടേൺ ഔട്ട് കുറയുക എന്നുള്ളത്. അപ്പൊ ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുക എന്നുള്ളത് തത്വത്തിൽ മോദിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തല്. ഇനി അനുകൂലമല്ലെങ്കിൽ തന്നെ പ്രതികൂലമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വളരെ ലോ ലെവലിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ ഞാൻ നാട്ടികയില് എന്റെ ബൂത്തില് അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒട്ടനവധി ബൂത്തുകളുടെ വോട്ടർ പട്ടിക പഠിക്കുന്ന സമയത്ത് കേരളത്തിലായിക്കോട്ടെ പൊതുവിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഭാഗത്ത് നിന്ന് ഈ വോട്ടുകൾ ചേർക്കാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം ഒരിക്കലും വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കാറില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഈ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി വരെ കേസ് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോ ഞാൻ എന്റെ 156 നാട്ടിക നിയോജക മണ്ഡലത്തിലെ 150 തൃശൂർ മണ്ഡലത്തിൽപ്പെട്ട നാട്ടിക അസംബ്ലി മണ്ഡലത്തിലെ 156ാമത്തെ ബൂത്തില് 1208 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത്. ആ 1208 വോട്ടർമാരിൽ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, അതായത് 2 തവണ പേര് വന്നിട്ടുള്ള ഏതാണ്ട് 17 പേരുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയിട്ട് ഡിലീറ്റ് ചെയ്യാത്ത ഏതാണ്ട് 23 പേര് ആ വോട്ടർ പട്ടികയിലുണ്ട്. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയില് വോട്ടുള്ള സ്ഥലത്തില്ലാത്ത, ഗൾഫിലും ഇവിടെ നിന്ന് മാറിപ്പോയതും 4-5 ഇലക്ഷനായിട്ട് ഒരിക്കൽ പോലും വോട്ട് ചെയ്യാൻ വരാത്തതുമായിട്ടുള്ള ഏതാണ്ട് 53 പേര് അവിടെയുണ്ട്. അതുകൂടാതെ കല്യാണം കഴിഞ്ഞു പോയവര്, മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറിപ്പോയവര്, അങ്ങനെ ഞങ്ങളുടെ കണക്കിൽ 113 പേര് 1208 അംഗങ്ങളുള്ള അല്ലെങ്കിൽ എണ്ണമുള്ള വോട്ടർ പട്ടികയില് 103 പേര് ഏതാണ്ട് ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരാണ്. ഐതർ മരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോയവരായിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വോട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഏതാണ്ട് 1208 വോട്ടിനകത്ത് 100-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത, 1% പോലും സാധ്യതയില്ലാത്ത വോട്ടുകളാണെന്നിരിക്കെ അതിന്റെ കൂടെ എണ്ണം എടുത്തിട്ടാണ് നമ്മൾ ഈ വോട്ടർ ടേൺ ഔട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഓരോ വർഷവും ഈ ഇലക്ഷൻ കഴിയുന്ന അവസരത്തില് നമ്മളുടെ മരിച്ച ആളുകള്, മാറിപ്പോയ ആൾക്കാര്, കല്യാണം കഴിഞ്ഞു പോയവര്, മറ്റു സ്ഥലത്ത് വോട്ട് ചേർത്തവര്, അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് വോട്ടർ പട്ടികയെ സംബന്ധിച്ച്. കൂടാതെ വർഷാവർഷം ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 120 മുതൽ 150 വരെ, ഒരു മണ്ഡലം ഇൻ ദ സെൻസ് ഒരു ബൂത്തിൽ 120 മുതൽ 150 വരെയുള്ള വോട്ടുകളൊക്കെ ചേർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അഡീഷൻസ് നടക്കുന്നു, ഡിലീഷൻ നടക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് ടോട്ടലായിട്ട് ഉണ്ടാകുന്ന നമ്പേഴ്സിന്റെ ബേസിസിൽ ആണ് ഈ വോട്ടർ ടേൺ ഔട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 80%, 82% ഒക്കെ വോട്ടർ ടേൺ ഔട്ട് ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഈ 72, 71 എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ താഴ്ത്തി കാണിക്കുന്നത്. അപ്പോ ഒരു 85ന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു 82യുടെ മുകളിൽ വോട്ടർ ടേൺ ഔട്ട് റിയാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും വോട്ട് ചെയ്തു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. പിന്നെ കല്യാണം അല്ലെങ്കിൽ വിദേശവും എന്തെങ്കിലും ടൂറിലുള്ള ആൾക്കാര്, ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോയിട്ടുള്ള ആൾക്കാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാര്, ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ വോട്ട് ചെയ്യാത്തവര്, അല്ലെങ്കിൽ എന്താ പറയാ കിടപ്പ് രോഗികള്, അവരെ പരിചരിക്കാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും വോട്ട് ചെയ്യാൻ മിസ്സായിട്ടുണ്ടാവുക, ഈ എന്റെയൊക്കെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് അക്രോസ് ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ഈ വോട്ടർ ടേൺ ഔട്ട് കുറയാനുള്ള ഒരു ബേസിക് കാരണം. അപ്പൊ തൃശൂർ മണ്ഡലം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ആഡ് ചെയ്യുകയും എന്നാൽ കാര്യമായിട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഈ 1 ലക്ഷത്തിൽ ആഡ് ചെയ്യപ്പെട്ടിട്ട് 40,000 ശിഷ്ടം വോട്ടുകൾ കൂടിയിട്ട് പോലും തൃശ്ശൂരിൽ 3% വോട്ട്, 77-72 5% വോട്ട് കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വോട്ടർ ടേൺ ഔട്ടിന്റെ ഒരു ബേസിക് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഈ വരുന്ന നമ്പേഴ്സിലുള്ള പ്രശ്നമാണ്. അതല്ലാതെ അത് ഒരിക്കലും
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് താല്പര്യമില്ലാതെ വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് അങ്ങനെ ഒരു അസംഷനിലേക്ക് വരാൻ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്, എന്തുകൊണ്ട് ഓഹരി വിപണി ക്രാഷ് ചെയ്യുന്നു? ഓഹരി വിപണിക്കാണ് ഇതൊക്കെ ആദ്യം മനസ്സിലാവുക. ഇവിടെ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇവിടെ നരേന്ദ്രമോദിക്ക് അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഓഹരി വിപണി ഇടിയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പോലെയുള്ള ചില മാപ്രകളുടെ കണ്ടുപിടുത്തം. ഈ ഓഹരി വിപണി എന്ന് പറയുന്ന സാധനത്തിന് ഇതൊക്കെ മുമ്പേ തന്നെ അറിയാം എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത് മറ്റേ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 2019 ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി എന്ന് പറയുന്ന സാധനം ഏതാണ്ട് 11,600 എന്ന് പറയുന്ന നിലവാരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 22,500 ഓൾമോസ്റ്റ് ഡബിൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ 11,600 മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത്, ഈ ഇലക്ഷൻ വന്ന സമയത്ത് അത് താഴുകയും ഏതാണ്ട് 11,100 എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 11,100 നിന്ന് ഇലക്ഷൻ കഴിയുന്ന മുറയ്ക്ക് 12,000 യാത്രയാണ് നമ്മൾ കണ്ടത്. അപ്പോ അത് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്നാണ് അതിനെ പറയുക. അപ്പോ ഈ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓപ്ഷന്റെ പ്രീമിയം ഇത്തരത്തിലുള്ള ഇവന്റുകൾ നടക്കുന്ന സമയത്ത് ഹൈ ആയിട്ട് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് കാണാറ്. അപ്പൊ ഈ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് വോളാറ്റിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ 2019 ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് 16-17 ആയിരുന്നുവെങ്കിൽ ഇലക്ഷൻ അവസാനിക്കുന്ന മുറയ്ക്ക് അതിന്റെ വോളാറ്റിലിറ്റി ഇൻഡെക്സ് ഏതാണ്ട് 30 ആയിരുന്നു. 2014 അത് 12ന്റെ നിലവാരത്തിൽ നിന്നിരുന്ന ഇന്ത്യ വിക്സ് 39ലേക്കാണ് പോയത്. അപ്പൊ ഇത്തരത്തിൽ വലിയൊരു ഷൂട്ടപ്പ് ഇന്ത്യ വിക്സിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വലിയ വോളാറ്റിലിറ്റി വേണം. അപ്പൊ ഈ വലിയ വോളാറ്റിലിറ്റി മാർക്കറ്റിൽ സൃഷ്ടിച്ചാൽ മാത്രമേ ഇന്ത്യ വിക്സിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ഈ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരുന്ന മുറയ്ക്ക് ഈ പ്രീമിയം വളരെ ഹയർ സൈഡിലേക്ക് പോവുകയും ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ എല്ലാ ഇലക്ഷന്റെ സമയത്തും നടക്കുന്ന ഒരു സിനാരിയോ മാത്രമാണ് ഈ ഒരു ഡിപ്പ് എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം. അപ്പോ അതും 22,700 നിന്ന് കേവലം 22,050 വരേക്കുള്ള ഒരു ഡിപ്പാണ്. നിഫ്റ്റിയിലെ ഒരു 2% കറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ്ട് നിഫ്റ്റി 11,500 ആയിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോഴെങ്കിൽ ഇപ്പോൾ 10 വർഷത്തിനിപ്പുറം അത് 22,700 നിൽക്കുന്നത്. ആ 22,700 നിന്ന് ഒരു 550 പോയിന്റ് അല്ലെങ്കിൽ 600 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി 3% പോലും ആയിട്ടില്ല. അത്രയും പോകുന്ന ഒരു ചെറിയ ഡിപ്പിനാണ് നരേന്ദ്രമോദി സർക്കാർ താഴെ പോവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഡിപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം ശ്രീമാൻ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ നൽകുന്നത്. അത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് അധികാര തുടർച്ചയില്ല, ഇവിടെ ഒരു അവിയൽ മുന്നണിയാണ് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു 15% കറക്ഷൻ എങ്കിലും മാർക്കറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം. ഒരു 3,000 പോയിന്റ് മുതൽ 3,500 പോയിന്റ് വരെയുള്ള ഡിപ്പ് മാർക്കറ്റിൽ ഉണ്ടാക്കേണ്ടതാണ്. ദൈവം സഹായിച്ച അത്തരത്തിലുള്ള ഒരു ആക്ഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ കാണാനില്ല. അപ്പൊ അത് ഉണ്ണി ബാലകൃഷ്ണന്റെയും അരുൺ മൊട്ടയുടെയും സ്മൃതി പരുത്തിക്കാടിന്റെയും അവരുടെയൊക്കെ ബോസ് നികേഷ് കുമാറിന്റെയും ആഗ്രഹത്തിന്റെ പുറത്ത് അതിനെന്തെങ്കിലുമൊക്കെ റീസൺ കൂട്ടിയിണക്കി പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് മാത്രമാണ്. അതല്ലാതെ അതിനകത്ത് യാതൊരു ലോജിക്കുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ, UP ഈ 4 സ്റ്റേറ്റുകളിലും BJPക്ക് അടിപതറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പുതിയ കണ്ടുപിടുത്തം. എന്താണ് അതിന്റെ ബേസ് എന്ന് ചോദിച്ചാൽ അവരുടെ ആഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടുള്ള കാരണം കാണുന്നില്ല. മാത്രമല്ല, ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കർണാടകയിലും, ഒരു പക്ഷേ കർണാടകയിലെ ഈ രവണ്ണ ഇഷ്യൂ ഒരു മറ്റേ 1-2 സീറ്റുകളിലൊക്കെ ഒരു ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വിട്ടാൽ മഹാരാഷ്ട്രയിലാകട്ടെ രാജസ്ഥാനിലാകട്ടെ BJPക്ക് രാജസ്ഥാനിൽ മേ ബി 1-2 സീറ്റിന്റെ കുറവ് BJPക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ പരമായിട്ടുള്ള ഒരു ലോസ് BJPക്ക് ഈ 3 സംസ്ഥാനങ്ങളിലും 4 സംസ്ഥാനങ്ങളിലും UPയിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്.
ഇനി കേസ് ബൈ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സെറ്റ് ബാക്ക് കിട്ടുമെന്ന് പറയപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയില് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ കേരളത്തിൽ അധികം ചർച്ച ചെയ്യാതെ പോയ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്, കർണാടകയിലെ നിലവിൽ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ്, സിദ്ധരാമയ്യ ഗവൺമെന്റ് മുസ്ലിം മതവിഭാഗത്തിനെ OBCയിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുമായിട്ട് അല്ലെങ്കിൽ ഒരു നീക്കവുമായിട്ട് മുന്നിലോട്ട് പോകുന്നുണ്ട്. അപ്പോ മുസ്ലിം മതവിഭാഗം എന്ന് പറയുന്നത് കർണാടകയിൽ പ്രത്യേകിച്ചും കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ബേസ് ആണ്. ഈ മൈസൂർ മേഖലയിൽ മാണ്ഡ്യ മൈസൂർ മേഖലയിൽ കുറച്ച് ഏരിയയിൽ ഒരു പക്ഷേ JDSനും ചില മുസ്ലിം ബെൽറ്റില് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അത് ഒഴിച്ചാൽ കർണാടകയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് 100% തന്നെ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവരെ വീണ്ടും പ്രീണിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരെന്തായാലും കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് സ്പഷ്ടമായിട്ടുള്ള കാര്യം. പക്ഷെ വീണ്ടും അവർ ഒന്നുകൂടി പ്രീണിപ്പിക്കാമെന്ന് വിചാരിച്ച് സിദ്ധരാമയ്യ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവരെ OBCയിലേക്ക് ഉൾപ്പെടുത്താൻ, മുസ്ലിം മതവിഭാഗത്തിലെ ആളുകളെ OBCയിലേക്ക് ഉൾപ്പെടുത്തുവാനുള്ള ഒരു നീക്കവുമായിട്ട് മുന്നിലോട്ട് പോയി. അപ്പൊ അതിന്റെ ഫലമായിട്ട് കർണാടകയില് നിലവിലെ OBC വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ വിമുഖത ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫാക്ട്. അത് ഒക്കലിംഗ സമുദായം, അതുപോലെ തന്നെ കർണാടകയിലെ മറ്റുള്ള SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBCയിലുള്ള മറ്റുള്ള ആളുകൾ, ഇവരെയെല്ലാം സാരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് BJPയുടെ ഉള്ളിലുള്ള ഇന്റേണൽ പ്രശ്നങ്ങളെ കൊണ്ടും വലിയ അഴിമതിയെ കൊണ്ടും മാത്രം ഒരു സെറ്റ് ബാക്ക് കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ് കർണാടക. ആ കർണാടകയിലുണ്ടായ സെറ്റ് ബാക്കില് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസിഷൻ കോൺഗ്രസ് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹിന്ദു കൺസോളിഡേഷൻ കോൺഗ്രസിനെതിരെ കർണാടകയിൽ ഉണ്ടായാൽ ഒരു പക്ഷെ 27 സീറ്റും അല്ലെങ്കിൽ 28 സീറ്റും കർണാടകയിൽ BJP വിജയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഇപ്പൊ രണ്ട് ഘട്ടങ്ങളിലായിട്ട് കർണാടകയിലെ ഇലക്ഷൻ ഓൾറെഡി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. JDSുമായിട്ടുള്ള ഒരു സഖ്യം അത് BJPയുടെ ഒരു തെറ്റായ തീരുമാനമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ സ്റ്റിൽ കർണാടകയിലെ BJPക്ക് വലിയൊരു സെറ്റ് ബാക്ക് എന്റെ അഭിപ്രായത്തിൽ കാണാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത് രാജസ്ഥാനാണ്. രാജസ്ഥാനില് BJPക്ക് സീറ്റ് കുറയും എന്ന് ചോദിച്ചാൽ 1-2 സീറ്റിന്റെ കുറവ്, അല്ലെങ്കിൽ ഒരു പക്ഷെ 20 സീറ്റ് വരേക്കും 25-ൽ 20 സീറ്റിലേക്ക് BJP ഒതുങ്ങുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സീറ്റ് ലോസ് BJPക്ക് രാജസ്ഥാനിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കണക്കുകളും എക്സ്പെർട്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ, മഹാരാഷ്ട്രയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റവും അധികം വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും പോസിറ്റീവായിട്ടും നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനം. ഈ മഹാരാഷ്ട്രയില് BJPക്ക് 302 സീറ്റ് ഉണ്ട് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റില്, ലോക്സഭയില്. അപ്പൊ ഈ 302-ൽ BJPക്ക് 23 സീറ്റ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ 302 എന്ന് പറയുന്നത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് 23 സീറ്റ് BJPക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടേണ്ടതുള്ളൂ. അത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ നിന്ന് BJPക്ക് കിട്ടുമെന്നുള്ളത് ഏത് കുട്ടിക്കും ചോദിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി മഹാരാഷ്ട്രയിലെ മറ്റൊരു ഇവിടുത്തെ കേരള മീഡിയ ചർച്ച ചെയ്യാത്തൊരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് 15 സീറ്റുകളിൽ മഹാരാഷ്ട്രയില് ശിവസേന ഉദ്ധവ് താക്കറെ അതുപോലെ ഷിൻഡെ വിഭാഗത്തിന്റെ മത്സരം നടക്കുന്നുണ്ട്. അത് 13 സീറ്റിലാണ് അത്തരത്തിൽ ഇവര് നേരിട്ടിട്ട് ഏറ്റുമുട്ടുന്നത്. ഈ 13 സീറ്റുകളില് ഈ ഷിൻഡെ വിഭാഗത്തിന് BJPയുടെ കൂടെ സപ്പോർട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ശിവസേനയ്ക്ക്, പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി രണ്ടാമത് മഹാരാഷ്ട്രയിൽ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരത് പവാറിനും ഉദ്ധവ് താക്കറയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ തരംഗം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അവരോട് സഹതാപം തോന്നേണ്ടത് എന്നുള്ളത് സ്വമേധയാ നമ്മൾ തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. ഉദ്ധവ് താക്കറയോട് എന്തിനാണ് നിങ്ങൾക്ക് സഹതാപം തോന്നേണ്ടത്? BJPയുടെ പാനലിൽ നിന്നുകൊണ്ട് കാലങ്ങളായിട്ട് NDAയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇലക്ഷൻ ജയിക്കുകയും അത് ജയിച്ചതിന് ശേഷം
കൂടെ നിന്ന പാർട്ടിയെ കാലുവാരി അത്രയും കാലം എതിർത്ത അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിന്നിരുന്ന NCPയുടെയും കോൺഗ്രസിന്റെയും കൂടെ പോയ ആളാണ് ഉദ്ധവ് താക്കറെ. ഈ ഉദ്ധവ് താക്കറയോട് എങ്ങനെയാണ് ശിവസേനയിലെ സാധാരണ മനസ്സുള്ള ശിവസേന പ്രവർത്തകർക്ക് ഒരു സഹതാപം തോന്നുക എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് മറ്റേ ശരത് പവാറാണ്. ശരത് പവാർ നമുക്ക് എല്ലാവർക്കും 85 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിനോടൊരു സഹതാപം തോന്നി അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ടിട്ട് പ്രത്യേകിച്ച് ആ വിജയിപ്പിക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടാനില്ല എന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും ചിന്തിക്കാവുന്ന കോമൺ സെൻസ് ലോജിക്കാണ്. അപ്പൊ അദ്ദേഹത്തിനോട് സഹതാപം തോന്നുന്ന ആളുകൾ കൃത്യമായിട്ടും ഈ 85 വയസ്സിന്റെ മുകളിൽ ഇപ്പോഴും ഈ പൊരിവെയിലത്ത് ഈ മറ്റേ ഇലക്ഷൻ ബാറ്റിൽ ഫീൽഡില് ഇങ്ങനെ ഇറക്കി കളിപ്പിക്കേണ്ടല്ലോ, അദ്ദേഹത്തെ വീട്ടിലിരുത്താം എന്നുള്ള അത്തരത്തിലുള്ള ഒരു സഹതാപം തോന്നാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഈ രണ്ടും വർക്കൗട്ട് ആവാൻ 1% പോലും സാധ്യതയുള്ള ഒരു ഫാക്ട് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ ബാരാമതിയില് സുപ്രിയ സുലെ തോൽക്കുന്ന കാഴ്ച പോലും നമുക്ക് ഒരുപക്ഷെ ജൂൺ 4-ാം തീയതി കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ മഹാരാഷ്ട്രയില് ഇവര് അനുകൂലമായിട്ട് BJPയുടെ വിരുദ്ധമായിട്ട് നിൽക്കുമെന്നുള്ള മറ്റേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ വർക്കാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് മറാഠ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ മറാഠ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ മറാഠ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അപ്പുറത്ത് OBC, SC, അതുപോലെ തന്നെ ബ്രാഹ്മണൻ തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വലിയ കൺസോളിഡേഷനിലേക്കും കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത ഇത് കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാല്. അപ്പോ ഇതെല്ലാം കൂടി വരുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 302 എന്ന് പറയുന്ന ടാലി എത്തുവാൻ BJPക്ക് വേണ്ടത് 23 സീറ്റാണ്, കേവലം 23 സീറ്റ്. അത് മഹാരാഷ്ട്രയിലെ BJPക്ക് ഇൻടാക്ട് ആയിട്ട് ഞാൻ പറയുന്നത് 41 എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ സംഖ്യയോ അതിലുപരിയോ മഹാരാഷ്ട്രയിൽ നിന്ന് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഫാക്ട്. ഒരു പക്ഷേ വന്നാലും പോയാലും 1-2 സീറ്റിന്റെ ഒരു ചെറിയ ഡിപ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി യുപിയിലെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയില് യുപിയിലെ 2 ഘട്ടത്തിൽ ഉണ്ടായത് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ലോങ് ആയി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു വീഡിയോ, പക്ഷെ സ്റ്റിൽ ഇതൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഫേസ് ബൈ ഫേസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസിൽ 102 മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ആദ്യത്തെ ഫേസില് അതിൽ തമിഴ്നാട്ടില് 39 സീറ്റിലാണ് ഇലക്ഷൻ നടന്നത്. 39 സീറ്റ് തമിഴ്നാട് BJPയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വേരുകളുള്ള ഒരു മറ്റേ സ്റ്റേറ്റ് അല്ല. 3 മുതൽ 4% വോട്ടാണ് തമിഴ്നാട്ടിൽ BJPക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളത്. 1-2 സീറ്റില് പൊൻ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ 1-2 സീറ്റില് വിജയിച്ചിട്ടുള്ള ചരിത്രവും BJPക്ക് അവിടെ ഉണ്ട്. അതിലുപരി തമിഴ്നാട് BJPയുടെ ഒരു ബാറ്റിൽ ഫീൽഡ് അല്ല എന്നുള്ളത് ഒരു ഫാക്ടാണ്. പക്ഷെ ഈ ഒരു ഇലക്ഷനിൽ BJPയുടെ പ്രതീക്ഷകൾ തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും 2 അക്കത്തിന്റെ മുകളിൽ വോട്ടിംഗ് പെർസെന്റേജ് BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫേസില് 39 സീറ്റുകളിൽ 102 സീറ്റില് 39 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. ഈ തമിഴ്നാട്ടില് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ്. ഈ കോയമ്പത്തൂർ മണ്ഡലത്തിൽ അണ്ണാമലയുടെ വിജയത്തിന്റെ ഒരു സാധ്യത ഹൈ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അണ്ണാമലയ്ക്ക് അവിടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. പിന്നെ ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു സിറ്റിയാണ്. അവിടെ നോർത്ത് ഇന്ത്യൻസ് ധാരാളമായിട്ടുണ്ട്, അതുപോലെ തന്നെ ന്യൂജൻ വോട്ടേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, IT ഹബ്ബാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ മറ്റേ കോയമ്പത്തൂർ സീറ്റിൽ അണ്ണാമലയ്ക്ക് ഒരു വിജയം, ടഫായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ. മറ്റേ സിംഗായ്ജി രാമചന്ദ്രനും അതുപോലെ മറ്റേ ഗണപതി രാജ്കുമാറൊക്കെയാണ് മത്സരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ടഫ് ഫൈറ്റ് തന്നെയാണ് അണ്ണാമല നേരിടാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ അണ്ണാമലയ്ക്ക് ഒരു വിജയം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ഒരു BJP അല്ലെങ്കിൽ മറ്റേ DMKക്ക് കനത്ത വെല്ലുവിളി നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് തിരുനെൽവേലിയിൽ ഒരു പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു വിജയം, മറ്റേ നൈനാർ നാഗേന്ദ്രന് ഒരു പക്ഷേ ഒരു വിജയം നേടാൻ സാധിക്കുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ
വെല്ലൂരില് വെല്ലൂരിലും ഒരു കനത്ത ഫൈറ്റ് BJPക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ പഴയ കേന്ദ്ര മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന് ഒരു പക്ഷേ നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയുടെ സഖ്യകക്ഷി മത്സരിക്കുന്ന തേനിയില് TTV ദിനകരന് ഒരു സാധ്യത നമുക്ക് കൽപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ O പനീർശെൽവം സ്വതന്ത്രനായിട്ട് രാമനാഥപുരത്ത് നിന്ന് ജനവിധി തേടുന്ന BJPയുടെ പിന്തുണയോടുകൂടി NDAയുടെ പിന്തുണയോടുകൂടിയിട്ട് മത്സരിക്കുന്ന O പനീർശെൽവത്തിനും ഒരു പക്ഷേ തമിഴ്നാട്ടില് ഒരു വിജയത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്കോ എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ധർമ്മപുരിയില് അൻപുമണിയുടെ ഭാര്യയായിട്ടുള്ള സൗമ്യയാണ് മത്സരിക്കുന്നത്. അവരും ഒരു പക്ഷെ ഒരു ടഫ് ഫൈറ്റ്, അവർ OBC വിഭാഗത്തിൽപ്പെട്ട വന്യർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവർക്ക് വലിയ വേരുകളുള്ള ഒരു മണ്ഡലമാണ് ധർമ്മപുരി എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മപുരിക്ക് ഒരു പക്ഷെ BJPക്ക് അല്ലെങ്കിൽ ഈ ഞാൻ സൂചിപ്പിച്ച NDAക്ക് ഒരു സീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോ തമിഴ്നാട്ടിൽ നിശ്ചയമായിട്ടും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ 4 സീറ്റോ അല്ലെങ്കിൽ 6 സീറ്റ് വരേക്കോ അല്ലെങ്കിൽ 4-5 സീറ്റ് വരേക്കോ BJP എത്താൻ സാധ്യതയുണ്ട്. ബെയർ മിനിമം 2 സീറ്റെങ്കിലും തമിഴ്നാട്ടില് BJP വിജയിക്കും. അത് 1 കോയമ്പത്തൂരാണ്, 2 ഞാൻ വിശ്വസിക്കുന്നത് തേനിയില് TTV ദിനകരന്റെ വിജയവുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. O പനീർശെൽവത്തിനും അതുപോലെ പൊൻ രാധാകൃഷ്ണനും AC ഷൺമുഖനും അതുപോലെ സൗമ്യക്കുമൊക്കെ വിജയിക്കാനുള്ള സാധ്യത തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ DMK വലിയ കനത്ത വെല്ലുവിളി നേരിടുന്ന മറ്റൊരു മണ്ഡലം AIDMKയുടെയാണ്. ഇപ്പോൾ നിലവിൽ BJPയുടെ കൗണ്ടിൽ കൂട്ടാൻ പറ്റില്ല, പക്ഷേ പോസ്റ്റ് ഇലക്ഷൻ BJPയുടെ കൗണ്ടിലേക്ക് കൂട്ടാൻ സാധിക്കുന്ന നമ്പറാണ് AIDMKയുടെ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവര് തിരുപ്പൂർ മണ്ഡലത്തിൽ വലിയൊരു ടഫ് ഫൈറ്റ് കാഴ്ചവെക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതാണ് എന്റെ തമിഴ്നാടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തല്. പിന്നീട് ഈ ഫസ്റ്റ് ഫേസിൽ ഇലക്ഷൻ നടന്നിട്ടുള്ളത് അരുണാചൽ പ്രദേശിൽ 2, ആസാമിൽ 5, ബീഹാറിൽ 4, ഛത്തീസ്ഗഡിൽ ബസ്തറിൽ 1, JK ജമ്മു കാശ്മീരിൽ 1, ലക്ഷദ്വീപില് മിസോറാമില് അതുപോലെ നാഗാലാൻഡില് പുതുച്ചേരിയില് സിക്കിമില് മേഘാലയയില് 2, മണിപ്പൂരില് മഹാരാഷ്ട്രയിൽ 5, MP-യിൽ 6, ദെൻ മേജർ ആയിട്ടുള്ള രാജസ്ഥാനിലെ 12, ദെൻ UP-യിലെ 8. ഈ UP-യിലെ 8ലേക്കാണ് നമ്മൾ. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ 3, ത്രിപുരയിലെ 1, ഉത്തരാഖണ്ഡിൽ 5. ഉത്തരാഖണ്ഡ് ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മഹാരാഷ്ട്രയിൽ ഒരു പക്ഷേ 5-ൽ 1 മണ്ഡലത്തിൽ BJPക്ക് ഒരു ചെറിയ സെറ്റ് ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആസാമിലും ഒരു മണ്ഡലത്തിൽ പിന്നിലേക്ക് പോകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബീഹാറിൽ 4-ൽ 3 സീറ്റെങ്കിലും BJP വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി UP-യിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ കണക്കുകൾ മനസ്സിലാക്കേണ്ടത്. കേരള മീഡിയ നമ്മളോട് പറയാത്ത എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ടുള്ള കണക്ക് ഈ ഫസ്റ്റ് ഫേസിലെ UP നമ്പേഴ്സിലാണ്. UP-യിലെ 8 മണ്ഡലങ്ങളിലാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ഔട്ട് ഓഫ് 8 2019 5ഇടത്തും BJP തോറ്റ മണ്ഡലങ്ങളിലാണ് ആദ്യത്തെ ഫേസിൽ ഇലക്ഷൻ നടക്കുന്നത്. ഈ വെസ്റ്റ് UP-യിൽപ്പെട്ട ഏതാണ്ട് 8 മണ്ഡലത്തിലും 30% അധികം അല്ലെങ്കിൽ 30ഓളം ശതമാനമെങ്കിലും മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലങ്ങളാണ് ഈ പറയുന്ന 8 മണ്ഡലങ്ങൾ. ഞാൻ കൃത്യമായിട്ട് ആ മണ്ഡലങ്ങൾ പറയാം. ഷഹരാൻപൂരാണ് ആദ്യത്തെ മണ്ഡലം, കൈരാന, മുസാഫിർ നഗർ, ബിജ്നോർ, നഗിന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുൺ ഗാന്ധിയുടെ മണ്ഡലമാണ്. അതല്ലാത്ത എല്ലാ മണ്ഡലങ്ങളും തന്നെ മേജറായിട്ട് ഹെവി ആയിട്ട് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള മണ്ഡലങ്ങളാണ്. ഇനി സിറ്റി വൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈരാനയിലൊക്കെ 80% കൈരാന എന്ന് പറയുന്ന സെൻട്രൽ പോർഷനിൽ 80% മുസ്ലിം പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ മൊറാദാബാദിൽ 47, നഗിനയിൽ 70%, റാംപൂരിൽ 70% മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. ഇനി കോൺസ്റ്റിറ്റ്യുവൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30% അടുത്ത് രാംപൂരിൽ 42% മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലമാണ് രാംപൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJPക്ക് വിജയിക്കാൻ സാധിച്ചത് കൈരാനയിലും അതുപോലെ തന്നെ മുസാഫിർ നഗറിലുമാണ്. മുസാഫിർ നഗർ അതുപോലെ തന്നെ നമ്മളുടെ വരുൺ ഗാന്ധി മത്സരിച്ച പിലിഭിറ്റ് എന്ന് പറയുന്ന മണ്ഡലത്തിലും. അപ്പൊ ഇതിൽ മുസാഫിർ നഗറിൽ കേവലം 6800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP ജയിക്കുന്നത്. അപ്പോ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മണ്ഡലത്തിൽ ഏതാണ്ട്
3 മണ്ഡലം ഒഴിച്ച് ബാക്കി 6 മണ്ഡലവും കഴിഞ്ഞ തവണ BJPക്ക് നഷ്ടമായ മണ്ഡലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോഴത്തെ ഒരു ടേൺ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70% ഉണ്ടായിരുന്നത് 65ആയി, 67 61ആയി, 68 59ആയി, 66 58ആയി, 63 59ആയി, 65 60ആയി, 63 54ആയി, 67 62ആയി. അപ്പൊ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കലമേനി 5 മുതൽ 6% വരെയുള്ള വോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരുടെ വോട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. ഇനി വോട്ട് കുറഞ്ഞത് BJPക്ക് സെറ്റ് ബാക്ക് ആണ് എന്ന് തന്നെ വിചാരിക്കുക. കഴിഞ്ഞ തവണ തോറ്റ 5 മണ്ഡലങ്ങളിലാണ് ഈ പറയുന്ന പ്രതിഭാസം UP-യിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഫേസിൽ UP-യിൽ ഏതാണ്ട് 6% വോട്ട് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ 6% വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ BJPക്ക് കഴിഞ്ഞ തവണ വിജയിച്ചു കയറാൻ സാധിക്കാത്ത 5 മണ്ഡലങ്ങളാണ്. 3 മണ്ഡലങ്ങളിലാണ് വിജയിച്ചിട്ടുള്ളത്. ആ 3 മണ്ഡലങ്ങളിൽ പിലിഭിറ്റ് എന്ന് പറയുന്നത് വരുൺ ഗാന്ധിയുടെ മണ്ഡലം, ബാക്കി കൈരാനയിലും അതുപോലെ തന്നെ മറ്റേ മുസാഫിർ നഗറിലുമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവിടുത്തെ UP-യില് 5%, 5.5% വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞതിന്റെ സെറ്റ് ബാക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണിക്കാണ്, ഒരിക്കലും BJPക്കല്ല. കാരണം 60-80% മറ്റേ ലോക്സഭയല്ല അസംബ്ലി സീറ്റുകളില് 50%-ലധികം മുസ്ലിമുകളുള്ള മണ്ഡലങ്ങളായിട്ടുള്ള 8 മണ്ഡലങ്ങളിലാണ്, വെസ്റ്റേൺ UP-യിലെ 8 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ കാര്യമായിട്ടുള്ള വോട്ട് കുറവ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടെ നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി രാജസ്ഥാനിലേക്ക് പോയാൽ ആദ്യഘട്ടത്തിൽ 12 സീറ്റിലാണ് രാജസ്ഥാനിലെ മറ്റേ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഗംഗാനഗർ, ബിക്കാനേർ, ചൂരു, ജുൻഹുൻ, ഷിക്കാർ, ജയ്പൂർ റൂറൽ, ജയ്പൂർ, ഭരത്പൂർ, കരൌലി, ദൌസ, നഗൌർ, അൽവാർ എന്ന് പറയുന്ന മണ്ഡലങ്ങളിലാണ്. ഈ ഞാൻ ഇത്രയും സൂചിപ്പിച്ച 12 മണ്ഡലങ്ങളില് ഏതാണ്ട് 9 മണ്ഡലങ്ങളിലും 2019 BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 55% മുകളിലാണ്. അപ്പൊ 55% മുകളിൽ വോട്ട് നേടി വിജയിച്ച 9 മണ്ഡലങ്ങളാണ് ഈ 12-ലുള്ളത്. അപ്പോ അതിനകത്ത് വലിയൊരു അട്ടിമറി BJPക്ക് കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ കണക്കുകളും അതുപോലെ അനാലിസ്റ്റുകളൊക്കെ പറയുന്നത് ജയ്പൂരില് മറ്റേ മഞ്ജു ശർമ്മ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥലത്ത് BJPക്ക് ക്ലീൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് കടന്നു പോകാൻ സാധിക്കും. ഭരത്പൂരിൽ സിമ്പിൾ ആയിട്ട് കടന്നു പോകാൻ സാധിക്കും. CPIM മത്സരിക്കുന്ന ഷിക്കാർ എന്ന് പറയുന്ന മണ്ഡലമുണ്ട്, അവിടെയും BJPക്ക്, അവിടെ ഈ സുമൻനാഥ് എന്ന് പറയുന്ന ഒരു സ്വാമി സുമൻനാഥ് എന്ന് പറയുന്ന ഒരാളാണ് BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഹരിയാനക്കാരനാണ് എന്നുള്ളത് ഒരു ചെറിയ ഒരു BJPക്ക് ഒരു ചെറിയ മറ്റേ ദോഷമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ BJPയെ തോൽപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വലിപ്പം അവിടെ CPM-ന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ 2 മണ്ഡലങ്ങളിലാണ് BJPക്ക് ഒരു ചെറിയ ടെൻഷൻ ഉള്ളത്. അതിലൊന്ന് ചുരു എന്ന് പറയുന്ന ജാട്ട് മേഖല ഉൾപ്പെടുന്ന ഒരു വലിയ മണ്ഡലമാണ്. അപ്പൊ ചുരുവില് ആണ് BJPക്ക് ചെറിയ ഒരു ഫൈറ്റ് തോന്നുന്നത്. അതുപോലെ കരൌലി എന്ന് പറയുന്ന മണ്ഡലത്തിലും. അപ്പോ 12 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജസ്ഥാനില്. അതിലേതാണ്ട് 10 മണ്ഡലങ്ങളിൽ BJPയുടെ വിജയം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ 2 മണ്ഡലങ്ങളിൽ കരൌലി അതുപോലെ തന്നെ ചുരു, ഈ 2 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJPക്ക് കാലിടറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പോൾ കർണാടകയില് കേരളത്തിലെ 20 സീറ്റ്, അതുപോലെ തന്നെ കർണാടകയിലെ ഏതാണ്ട് 14 സീറ്റ്, ദെൻ മറ്റേ UP-യില് പതിവ് പോലെ 8, അങ്ങനെയൊക്കെയാണ്. ഈ രാജസ്ഥാനിൽ 13, MP-യിൽ 6, ബീഹാറിൽ 5, ആസാമിൽ 5, ഛത്തീസ്ഗഡിൽ 3, വെസ്റ്റ് ബംഗാളിൽ 3, ത്രിപുരയിൽ 1, JK 1, മണിപ്പൂർ 1 എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കർണാടകയിലെ രണ്ടാമത്തെ ഫേസിൽ BJP ശക്തമായിട്ട് മത്സരം നേരിടുന്ന 3 മണ്ഡലമുണ്ട് എന്നുള്ളതാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന് ചിത്രദുർഗയാണ്, രണ്ടാമത്തത് ബാംഗ്ലൂര്
റൂറലാണ്. ഈ ബാംഗ്ലൂർ റൂറലിൽ ഒരു പക്ഷേ BJP തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ DK ശിവകുമാറിന്റെ അരിയൻ DK സുരേഷ് ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പോ അവരുടെ എല്ലാ മെഷീനറിയും അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ BJP ഒരു പക്ഷെ പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് തോന്നാം. ബാംഗ്ലൂരിൽ പിന്നെയുള്ളത് നമ്മുടെ മറ്റേ തേജസ്വി സൂര്യയും അതുപോലെ തന്നെ ശോഭാ കലണ്ടരെയൊക്കെയാണ്. അപ്പൊ അവരൊന്നും തോൽക്കാനുള്ള സാധ്യതയില്ല. ചിത്രദുർഗ, ബാംഗ്ലൂർ റൂറൽ, ചാമരാജനഗർ ഈ 3 മണ്ഡലങ്ങൾ ഒഴികെയുള്ള ഒരു സ്ഥലത്തും 11 സ്ഥലത്തും BJP തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ 3 മണ്ഡലങ്ങളിൽ ഒരു പക്ഷെ BJPക്ക് കാലിടറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഫേസിൽ യു പിയിലെ കാര്യമായിട്ടുള്ള വോട്ട് കുറഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 6% മുകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സാധാരണയായിട്ട് വെസ്റ്റേൺ UPയില് സാധാരണ നാഷണൽ ആവറേജിന്റെയും UP ആവറേജിന്റെയും മുകളിൽ ആണ് ഇവിടെ വോട്ട് നിൽക്കാറ്. അല്ലെങ്കിൽ UPയിലെ വോട്ടിംഗ് പെർസെന്റേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UPയിലെ ടോട്ടൽ വോട്ട് 10% ആണെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ച ഈ വെസ്റ്റേൺ UPയില് എപ്പോഴും അത് 10ന്റെ മുകളിലാണ് നിൽക്കാറ്. പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിലെ വെസ്റ്റേൺ UPയിലെ പോളിംഗിന് പോയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UPയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി മീഡിയ പേഴ്സൺസും അതുപോലെ അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത് മോദിയുടെ ഭരണം ഉറപ്പാണ്, UPയിലെ വിജയവും ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന വോട്ടേഴ്സിന്റെ ഒരു മ്ലാനതയാണ് UPയിലെ വെസ്റ്റേൺ UPയിൽ എസ്പെഷ്യലി. വെസ്റ്റേൺ UP എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ ശതമാനം 20%-ലധികം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള ഒരു വലിയ വിമുഖതയാണ് ഈ വോട്ടിംഗ് കുറയാനുള്ള സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ UPയിലെ 8 സീറ്റും BJP വിജയിക്കും എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. അതില് ഒരു ചെറിയ മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗാസിയാബാദിലാണ്. ഗാസിയാബാദിൽ ഒരു ചെറിയ മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലിഗറില് ചെറിയൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിൽ അംഹോറ എന്ന് പറയുന്ന മണ്ഡലം കഴിഞ്ഞ തവണ BSP വിജയിച്ച മണ്ഡലമാണ്. അത് ഇത്തവണ BJP പിടിച്ചെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അംഹോറ പിടിച്ചെടുക്കുകയും ഒരു പക്ഷേ ഗാസിയാബാദ് ലൂസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. 8-8 നമുക്ക് BJPക്ക് കൂട്ടാവുന്നതാണ് ഈ രണ്ടാമത്തെ ഫേസിൽ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വിലയിരുത്തല് എക്സ്പേർട്സിന്റെയൊക്കെ. ദെൻ MP ക്ലീൻ സ്വീപ്പാണ്. ബീഹാറിൽ 2 സീറ്റിൽ BJP കടുത്ത മത്സരം നേരിടും എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാളിൽ 3 മണ്ഡലങ്ങൾ മാൽഡ ഉൾപ്പെടെയുള്ള മേഖലയിൽ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കനത്ത മത്സരം BJP കാഴ്ചവെക്കുകയും 3-ൽ 2 അതിലധികം ഒരുപക്ഷെ 3 വിജയിക്കാനുള്ള സാധ്യത BJPക്ക് രണ്ടാമത്തെ ഫേസിൽ കാണുന്നുണ്ട്. പിന്നെ കേരളം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തില് എന്റെ ഒരു നിരീക്ഷണത്തില് 2 സീറ്റിൽ BJP വിജയിക്കുകയും 3-4 സീറ്റിൽ ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഏറ്റവും അധികം MPമാരെ സപ്ലൈ ചെയ്ത കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ കോൺഗ്രസിന് ഒരുപക്ഷെ 4-6 സീറ്റിന്റെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്ക് വിലയിരുത്താം. മാവേലിക്കരയിൽ ഇടതുപക്ഷം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആലത്തൂര് ഇടതുപക്ഷം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആറ്റിങ്ങലിൽ ഇടതുപക്ഷം BJP വലിയ തോതിൽ വോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണൂരിൽ ടഫ് ഫൈറ്റ് വരുന്നു, പാലക്കാട് ടഫ് ഫൈറ്റ് വരുന്നു. ദെൻ നമ്മളുടെ ചാലക്കുടിയൊന്നും ഒരുപക്ഷെ അത്രത്തേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ക്ലോസ് ഫൈറ്റ് പത്തനംതിട്ടയിൽ ക്ലോസ് ഫൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പക്ഷെ 2 സീറ്റ് BJP വിജയിക്കുകയും 4 സീറ്റ് ഇടതുപക്ഷത്തിലേക്ക് പോവുകയും ചെയ്താൽ ഇടതുപക്ഷവും BJPയും കൂടെ കോൺഗ്രസിന്റെ 4-5 സീറ്റുകൾ കേരളത്തിൽ കുറയ്ക്കും എന്നുള്ളതാണ് സത്യം.
അപ്പോ ഇതൊക്കെയാണ് ആക്ച്വലി ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ BJPക്കെതിരായ വലിയ ഒരു പ്രൊപ്പഗാൻഡ അടിച്ചിറക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ മീഡിയാസ് ശ്രമിക്കുകയാണെന്നുള്ളതാണ് ഫാക്ട്. പിന്നെ മോഡിയുടെ ടെൻഷൻ, ധ്രുവ് എന്ന് പറയുന്ന ചങ്ങാതിയുടെ വരവ്, ഇതൊക്കെ വലിയ എന്തോ സംഭവമായിട്ടാണ് ഇവിടെ കൊട്ടിഘോഷിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. കനയ്യകുമാർ വന്നിട്ടുണ്ട്. മറ്റേ ചങ്ങാതിയുടെ പേരെന്തായിരുന്നു, ഗുജറാത്തിൽ നിന്ന് പേര് മറന്നുപോയി, അയാൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ശരീരഭാഷ മോശമായിരുന്നു, വർഗീയ കാർഡിറക്കി. ഇതൊക്കെ എല്ലാ ഇലക്ഷനിലും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ മോഡിക്ക് ഭരിക്കാനുള്ള സംഖ്യ കിട്ടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കൂടണ്ടേ? ഈ കോൺഗ്രസിന് ഏത് സ്ഥലത്താണ് കൂടാൻ സാധ്യത? ഞാൻ ഈ സൂചിപ്പിച്ച സ്ഥലങ്ങളല്ലാതെ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലൊന്നും ആലോചിക്കുകയുണ്ടോ കേട്ടോ. ഉത്തരാഖണ്ഡിൽ ആലോചിക്കേണ്ട, ഹിമാചലില് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഡൽഹിയിൽ 1-2 സീറ്റിൽ ഒരു മത്സരം കാഴ്ചവെക്കാനോ ഒരു സീറ്റ് വിജയിക്കാനോ സാധിക്കുമായിരിക്കാം. UPയില് ഒരു പക്ഷേ മൈൻപൂരിയോ അല്ലെങ്കിൽ ഇപ്പോ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന സ്ഥലമോ അതുപോലെ തന്നെ റായ്ബറേലിയോ, അങ്ങനെ 2-3 സ്ഥലത്ത് കോൺഗ്രസിനും SPക്കും വിജയിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതിന്റെ അപ്പുറം UPയിൽ ആരും സ്വപ്നം കാണണ്ട എന്നുള്ളതാണ് ഇതുവരേക്കുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ അഭിപ്രായം. ബാക്കി ഇനിയുള്ള 3 ഫേസുകളും കൂടെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് 4 ഫേസും കൂടെ ബാക്കിയുണ്ട്. UP എല്ലാ ഫേസിലും ഉള്ളതാണ്. 4 ഫേസും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ തവണ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. വലിയ മാറ്റം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പോ ഇനി എങ്ങനെയാണ് BJPയുടെ ബാക്കിയുള്ള 3ാമത്തെ ഘട്ടം തൊട്ടിട്ടുള്ള കാര്യങ്ങളും BJPയുടെ പ്രോസ്പെക്റ്റും മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ മാപ്രകളെ പറഞ്ഞുണ്ടാക്കുന്നത് ഒന്നും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് കേട്ടിട്ട് നമ്മൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അറ്റ് എനി കോസ്റ്റ് BJP ഒരു 340+ എന്ന് പറയുന്ന നമ്പേഴ്സിലേക്ക് പോകാനുള്ള സകല സാധ്യതയും ഉണ്ട്. ഇനി ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന സെറ്റ് ബാക്കുകൾ, ക്ലോസ് ഫൈറ്റ് നടക്കുന്ന ചില സ്ഥലങ്ങളിൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിയാൽ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ മണ്ഡലങ്ങളിലും പല മണ്ഡലങ്ങളിലും 60%-ലധികം വോട്ടുള്ള പാർട്ടിയാണ് BJP. ഈ 60%-ലധികം വോട്ടുള്ള ഒരു പാർട്ടിയെ പറപറ്റിക്കുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ജനാധിപത്യത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ പറയുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ ബട്ട് സ്റ്റിൽ പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോ വീണ്ടും ഒരു BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം തന്നെയായിരിക്കും ഇന്ത്യയിൽ വരാൻ സാധ്യത. അത് ഇനി മറ്റുള്ള ഫേസുകളും കൂടെ കഴിഞ്ഞാൽ നമ്പേഴ്സിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. മോഡിക്ക് 343 സീറ്റ് കിട്ടും എന്നാണ് എന്റെ ഒരു റഫ് കട്ട് കണക്ക്. 366 സീറ്റ് വരേക്ക് ആവാനുള്ള സാധ്യതയും കാണാനുണ്ട്. ദിസ് ഈസ് ഫോർ BJP അലോൺ. മറ്റുള്ള എല്ലാ കക്ഷികളും കൂടെ 400 കിട്ടിയാലും അല്ലെങ്കിൽ ഒരു 380-385 സീറ്റിന്റെ മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു വലിയ കാര്യം പറയുന്നത് 2004 അടൽ ബിഹാരി വാജ്പേയിക്ക് ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചത് തന്നെയായിരിക്കും BJPക്ക് ഇത്തവണ സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു വാദം കൂടെ നിരത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. 2004 ഒരു ട്രിഗർ ഉണ്ടായിരുന്നു, വാജ്പേയിക്കെതിരെ ഒരു ട്രിഗർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് 3 ഫാക്ടേഴ്സ് ആയിരുന്നു. അന്ന് ഉള്ളിയുടെ വില വലിയ പ്രൈസിലേക്കായിരുന്നു ഉള്ളി വില എത്തിയിട്ടുണ്ടായിരുന്നത്. 100ന്റെ മുകളിലായിരുന്നു ഉള്ളിയുടെ വില അന്ന്. അതുപോലെ തന്നെ ലക്നൌവിൽ നടന്ന സാരി വിതരണത്തില് ഏതാണ്ട് 13 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്, 13ഓളം സ്ത്രീകള് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന്. അപ്പൊ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സ്ലോഗൻ BJPയുടെ. അപ്പൊ അത് ബാക്ക് ഫയർ ചെയ്തു വല്ലാതെ. തിളങ്ങുന്ന ഇന്ത്യയില് ഒരു തുണ്ട് സാരിക്ക് വേണ്ടിയിട്ട് ആളുകളെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഏതാണ്ട് 13ഓളം സ്ത്രീകൾ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് അത് എന്താ പറയുക, ഇന്ത്യ തിളങ്ങുകയല്ല എന്നുള്ള ഒരു സാധനം, ഒരു നറേറ്റീവ് ഇന്ത്യയിൽ മുഴുവൻ പ്രത്യേകിച്ച്
സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഈ ഹിന്ദി ഹേർട്ട്ലാൻഡിലും പ്രചരിപ്പിക്കുന്നതിൽ വലിയ ഒരു ഫാക്ടായിട്ട് മാറി ഈ ലക്നൌലെ ഇവന്റ്. അതുപോലെ തന്നെ ശവപ്പെട്ടി, കുംഭകോണം, തെഹൽക്ക ഈ 2 കേസുകളും അന്നുണ്ടായിരുന്നു ലൈവായിട്ട്. അപ്പോ ഈ 3 ഫാക്ടേഴ്സ്, ഈ 3 ട്രിഗറിന്റെ ബേസിസിലാണ് 2004 മറ്റേ വാജ്പേയി സർക്കാർ ഇന്ത്യയില് പരാജയം നേരിട്ടത്. അന്നത്തെ BJP അല്ല ഇന്നത്തെ BJP, കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽസിനെ വെച്ചുകൊണ്ടിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. മോഡിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് രാജ്യത്ത് നടക്കുന്നുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് മറ്റേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ട്രിഗർ മറ്റേ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. 3 ഫേസ് കഴിഞ്ഞു, പകുതിയിലധികം പെട്ടിയിലായിട്ടുണ്ട്. അപ്പോൾ ആ 3 ഫേസ് കഴിഞ്ഞപ്പോഴും അത്തരത്തിലുള്ള ഒരു ട്രിഗർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രിഗർ ഇല്ലാതെ ഒരിക്കലും 2004 ആവർത്തിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പോൾ ആസാൻഡ് മറ്റേ വെൻ അത്തരത്തിലുള്ള ഒരു ട്രിഗർ വരുന്ന മുറയ്ക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരിക. ആസ് സച്ച് അങ്ങനത്തെ ഒരു ട്രിഗർ ഇല്ല. അപ്പൊ അതുകൊണ്ട് 2004 ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എണീറ്റ് മൂത്രമൊഴിച്ചു വന്ന് വീണ്ടും കിടക്കാം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയാലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത് കാണുന്ന ആളുകൾക്ക് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഇതിങ്ങനെ തന്നെ വന്നോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഇതാണ് ഫാക്ട്. ഈ ഫാക്ട് മനസ്സിലാക്കിക്കൊണ്ട് BJPയെ മറ്റേ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് BJPയുടെ ഒരു സർക്കാർ കേന്ദ്രത്തിൽ വരുമെന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇത്തവണ BJPയുടെ MP-മാരുണ്ടാവുമെന്നും വിശ്വസിക്കാം എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ബാക്കി ഈ ഉണ്ണി ബാലകൃഷ്ണൻ പോലെയുള്ള കപട മാധ്യമ പ്രവർത്തകർ പറയുന്ന അസത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവജ്ഞയോട് കൂടിയിട്ട് പുച്ഛത്തോടു കൂടിയിട്ട് തള്ളിക്കളയണമെന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.